എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് സേമിയ പായസമാണ്. ചവ്വരി കൊണ്ടുണ്ടാക്കുന്ന ഒരു സേമിയ പായസമാണ്. ചവ്വരി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിനായിട്ട് നമ്മൾ ചവ്വരി എടുക്കുന്നു. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ പകുതി ഞാൻ ചേർക്കുന്നുള്ളൂ. അതായത് 50 ഗ്രാം ചവ്വരി 3 ഗ്ലാസ് വെള്ളത്തിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി വേണ്ടിയത് ഒരു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാനിൽ നമുക്ക് 1.5 ടീസ്പൂൺ നെയ്യിട്ട് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യമേ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തു, പിന്നെ ബദാം, പിസ്ത എന്നിവയും ആഡ് ചെയ്തു. ഇവിടെ ബദാമും പിസ്തയും ഓപ്ഷനിലാണ്. ഇനി നിങ്ങളുടെ ബദാം പിസ്ത ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് തന്നെ 10-15 എണ്ണം ചേർക്കാവുന്നതാണ്. ബദാം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വേണം ബദാം ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞെടുക്കാൻ. ഇനി ഇതൊരു 8 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് വാടി വരും. അപ്പോഴേക്ക് നമുക്ക് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഒന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ, ഉണക്കമുന്തിരി ഒന്ന് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇനി നമുക്ക് വേണ്ടിയത് സേമിയാണ്. 1 ഗ്ലാസ് സേമിയ ഞാനിവിടെ എടുത്തു. അതേ നെയ്യിൽ തന്നെ വറുത്ത് കോരി. ഇത് റോസ്റ്റഡ് അല്ലാത്ത സേമിയ ആയതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് 3 ഗ്ലാസ് പാല് ആഡ് ചെയ്യാം. 3 ഗ്ലാസ് പാലിനൊപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 ഗ്ലാസ് പാലും വെള്ളമുണ്ട്. അത് തിളക്കട്ടെ. നമുക്കൊന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് ഷുഗർ കാരമലൈസ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി 8 ടീസ്പൂൺ പഞ്ചസാര, 1/4 ഗ്ലാസ്സിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ വെള്ളമിട്ട് 10-12 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് ഗോൾഡൻ ബ്രൗൺ കളറാകും, അല്ലെങ്കിൽ തേൻ്റെ കളറാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് എടുക്കുക. ഡാർക്ക് ബ്രൗൺ ആകരുത്, വേറെ വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തേൻ്റെ കളറാകുമ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടിച്ചതാണ് നല്ലത്. ഞാനിവിടെ ഏലക്ക ചതച്ചാണ് ചേർക്കുന്നത്. 3 ഏലക്ക ചതച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പൊടി. ഇനി നമുക്ക് ചവ്വരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. 25 മിനിറ്റായി. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് തണുത്ത വെള്ളവും ഇട്ട് ചവ്വരിയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത ചവ്വരിയും കൂടെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ ആയി. പായസം ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. ചവ്വരിയുടെ വെള്ളവും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും പായസത്തിന്. കുറച്ച് ഇവിടെ ഞാൻ 2 സ്പൂൺ കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തു ഇതിനകത്ത്. ഇനി നട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.